ആദ്യത്തേത് ഒരു മന്ത്ലി റിസെറ്റ് വീഡിയോ ആണ് കേട്ടോ. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ജൂണില് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങാണ്. അതുകൊണ്ട് തന്നെ ജൂൺ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചൊരു അടുക്കും ചുറ്റൊക്കെ വരുത്തി ഒരു പ്ലാനിങ് വേണം എന്ന് എനിക്ക് തോന്നി കേട്ടോ. ജൂൺ എന്ന് പറയുന്നത് മെജോറിറ്റി ആൾക്കാർക്കും ഒരു റിസെറ്റ് വേണ്ട മന്താണ് കേട്ടോ. സ്റ്റുഡൻസിനാണെങ്കിൽ സ്കൂളോ കോളേജോ ഒക്കെ തുറക്കും, പേരൻസിനാണെങ്കിൽ അവരുടെ മക്കൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങും. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരേണ്ട ഒരു മന്താണ്. അതുകൊണ്ട് തന്നെ ഈ റീസെറ്റ് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ റീസെറ്റിന്റെ ഭാഗമായിട്ട് വീഡിയോ എടുക്കാത്ത കുറെ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ കാണിക്കുമ്പോൾ പറഞ്ഞു പോവാട്ടോ. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് വേണം. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യം എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളും അതുപോലെ നെക്സ്റ്റ് മന്ത് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഒരു ഡെയിലി സ്കെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴുള്ള നമ്മുടെ ഒരു ദിവസവും നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോഴുള്ള ദിവസം തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകാനും തിരക്കിന്റെ ഇടയിൽ ഉപേക്ഷിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. സ്കെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര മണിക്ക് എണീക്കും, ഉറങ്ങും, അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റിന് വേണ്ട സമയം, നമ്മൾ എപ്പോൾ ക്ലാസ്സിന് പോകും അല്ലെങ്കിൽ എപ്പോൾ ജോലിക്ക് പോകും, നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്, ഹോബീസ് ഉണ്ടെങ്കിൽ അതിന്, അങ്ങനെ എല്ലാത്തിനും ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഞാനൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നുണ്ട്. ജൂൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഇയറിന്റെ ഒരു പകുതി ആയല്ലോ. അപ്പൊ തുടക്കത്തിൽ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സാധിച്ചിട്ടുണ്ടാവാം. പിന്നെ ഈ ഒരു 6 മാസം കൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് ഏകദേശം കുറെ മാറ്റങ്ങളും വന്നിട്ടുണ്ടാവാം. ഇനി ചിലപ്പോൾ വർഷത്തിന്റെ തുടക്കത്തിൽ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാത്തവരുണ്ടാവാം. ഇനി സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഒരു ന്യൂ അക്കാഡമിക് ഇയർ തുടങ്ങല്ലേ, അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള വിഷൻ ബോർഡ്സ് ഉണ്ടാക്കാം. എന്റെ കേസിലാണെങ്കിൽ ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട് എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ എന്റെ പ്രയോറിറ്റീസും ആഗ്രഹങ്ങൾക്കും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതിനോടൊപ്പം വിഷൻ ബോർഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സാധിക്കാനും പറ്റും. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നെക്സ്റ്റ് 6 മന്തിലോട്ട് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാന്ന് കരുതിട്ടോ. ഇത് നിങ്ങൾക്ക് ഡിജിറ്റൽ ഫോമിലോ അല്ലെങ്കിൽ ഫിസിക്കൽ ഫോമിലോ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഡിജിറ്റലി ഈ ഐപാഡിൽ മാത്രം ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് എന്റെ ഗോൾസ് ഒക്കെ ഞാനൊന്ന് നോട്ട് ഡൗൺ ചെയ്തു. അതിനുശേഷം പിൻട്രസ്റ്റില് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ക്യാൻവയിൽ പോയി അറേഞ്ച് ചെയ്യാണ് ചെയ്യല്. കാരണം പിക്ചേഴ്സ് ഒക്കെ പ്രിന്റ് എടുക്കണമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി പറ്റും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഫോണിൽ തന്നെ വെക്കുന്നതുകൊണ്ട് ജസ്റ്റ് പിൻട്രസ്റ്റിൽ തന്നെ ഞാനൊരു കൊളാഷ് ഉണ്ടാക്കുകയാണ് കേട്ടോ വിഷൻ ബോർഡിന്റെ. ഇനി വിഷൻ ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ആദ്യമൊക്കെ വിഷൻ ബോർഡൊക്കെ എല്ലാവരും വീഡിയോ ഇടുന്നത് കൊണ്ടായിരിക്കും എല്ലാവരും വീഡിയോ ഇടുന്നത്, അല്ലാതെ ഇതൊക്കെ കറക്റ്റ് നടക്കുമോ അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ വിഷൻ ബോർഡൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ട് തന്നെ ക്യാഷിന്റെ ഒരു ഫ്ലോ ഉണ്ടാവുമല്ലോ. അപ്പൊ പല കാര്യങ്ങളും ഈസി ആയിട്ട് നടത്താൻ പറ്റും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ കരുതിയിരുന്നത്. എന്നാലും ഞാനും സ്വന്തമായിട്ടൊരു വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കി നോക്കി. പിന്നെ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരിക്കലും പെട്ടെന്ന് അടുത്ത കാലത്തൊന്നും നടക്കാത്ത കാര്യങ്ങൾ അതല്ല അതിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഈ വർഷം ഞാൻ ഒന്ന് കഷ്ടപ്പെട്ട ചിലപ്പോൾ ഒരു കാറ് വാങ്ങാൻ പറ്റിയെന്ന് വിചാരിക്കാം. പക്ഷെ എനിക്കൊരു 10 lakhിന്റെ ഒക്കെ എത്ര കഷ്ടപ്പെട്ടാലും വാങ്ങാൻ പറ്റുള്ളൂ ഇരിക്കും. പക്ഷെ ഞാൻ 1 കോടിന്റെ കാറ് വേണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തണമെങ്കിൽ ചിലപ്പോൾ വല്ല ലോട്ടറി അടിക്കേണ്ടി വരും. അതിന് അത് ലോട്ടറി എടുക്കണമല്ലോ. അപ്പൊ നിങ്ങൾ ലോട്ടറി എടുക്കാത്ത ആളാണെങ്കിൽ അത് എഴുതി വെച്ചിട്ടും കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എഴുതുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അത് എഴുതി വെക്കുക. അതിന്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് നമ്മൾക്ക് കാണുന്ന സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ഒരു ഓർമ്മ വരുമല്ലോ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും. എനിവേ എനിക്ക് കുറച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2025 വിഷൻ ബോർഡിൽ വെച്ചൊരു 70% കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ ചിലതൊന്നും സാധ്യത ഇല്ലാതിരുന്ന കാര്യങ്ങളായിരുന്നു, പക്ഷെ അതുപോലെ നടന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ സ്റ്റേക്കേഷന് പോകണം എന്ന് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ മാരീഡ് ആണ്, ഹസ്ബൻഡ് പുറത്തുമാണ്. ഞാൻ ആ പ്രാവശ്യമാണ് 2025 എൻ്റെ ഡെലിവറി. ബട്ട് സ്റ്റിൽ കസിൻസ് എല്ലാവരും ഒരുമിച്ച് കൂടാനുള്ള അവസരം ഉണ്ടായി. എനിക്ക് സ്റ്റേക്കേഷന് പോകാൻ പറ്റി. ആ ചെറിയ 6 മാസമായ കുട്ടീനെ വെച്ചിട്ട് തന്നെ ഞാൻ പോവുകയും ചെയ്തു കേട്ടോ. ആൻഡ് ടു ബി നോട്ട്, ഞാൻ എൻ്റെ വീട്ടിലത്തെ വലിയ കുട്ടിയാണ്. കസിൻസ് ഒക്കെ ഈ 10th +2 ഡിഗ്രി ആ ഒരു പ്രായത്തിലുള്ളവരാണ്. അപ്പോൾ ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ അത് നടക്കാൻ സാധ്യത ഇല്ലാത്ത കാര്യം തന്നെയായിരുന്നു. പക്ഷെ അത് നടന്നു. അത് വിഷൻ ബോർഡിൽ എഴുതി വെച്ചോണ്ട് നടന്നു എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു തോട്ട്, ഓക്കെ സ്റ്റേക്കേഷൻ പോകണം, അങ്ങനൊരു ഇത് നമ്മുടെ മനസ്സിലത് കാണുമ്പോൾ ഉണ്ടാവുമല്ലോ. ഇതൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതാണ്. അതേപോലെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ.
പിന്നെ കഴിഞ്ഞ വർഷം നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ വർഷം തുടക്കത്തിൽ നടക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഒന്ന് വിഷൻ ബോർഡ് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഇതിനു മുൻപ് നമ്മൾ സംസാരിച്ചിരുന്നത് ഡെയിലി സ്കെഡ്യൂൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണല്ലോ. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല് എസ്പെഷ്യലി അത് എഴുതി വെക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദിവസവും ചെയ്യണമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും മറന്നു പോകാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ മരുന്ന് കഴിക്കണം എന്നുണ്ടാവും. പക്ഷെ ഞാൻ ചില ദിവസങ്ങളിൽ അത് മറന്നു. നമുക്ക് വലിയ അസുഖമോ വേദനകളോ ഒക്കെ കാരണമാണെങ്കിൽ വേഗം മരുന്ന് കഴിക്കുന്നത് മാറി കിട്ടാം. പക്ഷെ ഇങ്ങനത്തെ ഡെഫിഷ്യൻസിൻ്റെതൊക്കെ ആകുമ്പോൾ നമ്മൾ മെജോറിറ്റി ടൈമും മറന്നു പോകുമല്ലോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം രാത്രി ഓക്കെ നമ്മൾ ചെയ്തു എന്നുള്ളൊരു അവലോകനം നടത്താൻ നമുക്ക് കഴിയും. അങ്ങനെ റഫായിട്ട് നമ്മുടെ ഒരു ഐഡിയൽ ഡേന്റെ സ്കെഡ്യൂൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശമൊക്കെ അതുപോലെ ചെയ്യാൻ പറ്റും. പിന്നെ പല കാര്യങ്ങളും മറന്നു പോവാതെ നമ്മുടെ ഒരു ഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ടാക്കാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പോലെ അത് എഴുതി കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പിന്നെ ഉണ്ടാക്കിയ വിഷൻ ബോർഡ് എന്റെ ഐപാഡിന്റെ ഡിസ്പ്ലേ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മന്ത് മുതൽ സ്കിൻ ആൻഡ് ബോഡി കെയറിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് ലെനേജിന്റെ ഒരു ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ് കേട്ടോ. ഞാൻ ഇതുവരെ വാങ്ങിയിട്ടുള്ള സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ പ്രൊഡക്ട്സിൽ വെച്ചിട്ട് ഒരു എവിഡന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കണ്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. എനിക്ക് തണുപ്പ് കാലം ആകുമ്പോൾ നന്നായിട്ട് ചുണ്ടൊക്കെ പൊട്ടാറുണ്ട്. ഇതുവരെ ഞാൻ ഉപയോഗിച്ച് വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരു 500 to 600 ആ റേഞ്ചിലാണ് വരുന്നത്. പക്ഷെ അതിനുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ട് കേട്ടോ. ഈ കാണുന്ന പ്രൊഡക്ട്സ് എല്ലാം ഞാൻ ഒരു ഡിസംബർ ആ ഒരു ടൈമിൽ വാങ്ങിയിട്ടുണ്ട്. ജനുവരി മുതൽ ഫുൾ സെൽഫ് കെയർ ആവണം എന്നൊക്കെ കരുതിയിട്ട്. പക്ഷെ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തില്ല. ഒന്നാമത് ഞാൻ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് എല്ലാം അവിടെ ഇവിടെ ഒക്കെ എടുക്കായിരുന്നു. അപ്പൊ ബേസിക്കലി ഇപ്പൊ ഞാൻ ചെയ്യണത് എന്റെ ഇങ്ങനത്തെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ കണ്ടുപിടിക്കണം എവിടെയാണ് വെച്ചിട്ടുള്ളതെന്നൊക്കെ. എന്നിട്ടും ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് എന്റെ സൺസ്ക്രീൻ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഈ കാണുന്നതും ആ ടൈമിലെല്ലാം ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിലിങ്ങനെ വെള്ളം നിറച്ചിട്ട് ഐസ് വെക്കും. എന്നിട്ട് മുഖത്ത് ഇങ്ങനെ ഒരു പഫിനെസ് ഒക്കെ മാറാൻ അങ്ങനെ യൂസ് ചെയ്യുമല്ലോ. ഞാനത് ഇപ്പോഴാണ് തുറന്ന് തന്നെ നോക്കുന്നത്. അപ്പൊ ഇനി ബാക്കി സാധനങ്ങളും കൂടി കണ്ടുപിടിച്ചിട്ട് സ്കിൻ ആൻഡ് ഹെയർ കെയർ ഒക്കെ ഇന്ന് തന്നെ തുടങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. പ്രൊഡക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലും പ്ലം ആൻഡ് ഡോക്ടർ ഷത്തിന്റെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പോൺസിന്റെ മോയ്സ്ചറൈസർ ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇതായിരുന്നു ഞാൻ ഫസ്റ്റ് പറയേണ്ടിരുന്നത്. എപ്പോഴും ഒരു പുതിയ തുടക്കത്തിന് ആവശ്യം ഒരു ക്ലീൻ ആൻഡ് ക്ലട്ടർ ഒന്നും ഇല്ലാത്തൊരു സ്പേസ് ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ റൂമൊക്കെ നല്ലോണം ഒന്ന് അടക്കി പറക്കി വെച്ചു. പിന്നെ കുറച്ചും കൂടി സ്റ്റോറേജിന്റെ ആവശ്യമുള്ളതുപോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. കാരണം നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ലൈഫ് ഈസി ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ദിവസത്തിന്റെ ഒരു മെജോറിറ്റി ഭാഗം സാധനങ്ങൾ തപ്പിയിട്ട് നമ്മൾ കളയേണ്ടി വരും. ഡ്രസ്സസ് ഒക്കെ മടക്കി ഒതുക്കി വെച്ചു. എന്റെ റൂമൊക്കെ ക്ലീൻ ചെയ്തു. അതിനുശേഷം ഞാനൊരു മെനു സ്കെഡ്യൂളും കൂടി ഉണ്ടാക്കി കേട്ടോ. എന്ന് വെച്ചാൽ ഒരാഴ്ചത്തേക്ക് ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ എന്താണ് വേണ്ടത് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഇത് കാണുന്നത് കുട്ടികളാണെങ്കിൽ അത് മനസ്സിലാവും തോന്നുന്നില്ല. അല്ലാത്തവർക്ക് വേഗം റിലേറ്റ് ചെയ്യാൻ പറ്റും. രാവിലെ എണീറ്റ് എന്തുണ്ടാക്കണം കഴിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം. സോ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് ആശ്വാസം കിട്ടും. ബൈ ദ വേ ഞാനിപ്പോൾ കഴിക്കുന്നത് ലോട്ടസ് ബിസ്കോഫ് ചീസ് കേക്ക് ആണ്. ഇത് ഇവിടെ വൈമാളുണ്ട് ലുലുവിന്റെ, അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഓർഗനൈസിങ് ആൻഡ് ഡീക്ലട്ടറിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ ഓൾറെഡി പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റിക്കേഴ്സും പാറ്റേൺ പേപ്പേഴ്സും ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് വെട്ടി അറേഞ്ച് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ജേർണലൊക്കെ ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആവുകയും ചെയ്യും. നമുക്ക് ഒരുപാട് സ്പേസും സേവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്റ്റിക്കേഴ്സ് പ്രിന്റ് എടുക്കുമ്പോൾ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതേപോലെ വെട്ടി വെച്ചിട്ടില്ലെങ്കിൽ ആ നേരത്ത് ജേർണലൊക്കെ ചെയ്യാൻ മൂഡ് വന്നാലും ഇത് വെട്ടണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ പിന്നെ മടിയായിട്ട് അവിടെ ഇരിക്കും. അപ്പൊ നമുക്ക് ഇതേപോലെ ഫ്രീ ഒക്കെ കിട്ടുന്ന സമയത്ത് സീരീസ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ വെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ബൈ ദ വേ, നിങ്ങൾക്ക് ജേർണലിംഗ് വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ ഒരുപാട് ജേർണലിംഗ് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള മടിയോണ്ട് അപ്ലോഡ് ചെയ്യാതിരിക്കുകയാണ്. വൈകാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ജേർണലിംഗ് ഇൻസ്പിറേഷൻസ് ഈ ചാനലിലൂടെ കാണാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള മന്ത്ലി റിസെറ്റ് വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യണം. കാണാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ എല്ലാ മന്തിലും ഇതേപോലെ ആ മന്തിലോട്ടുള്ള പ്രിപ്പറേഷൻ വീഡിയോസ് ഇടാട്ടോ. നെക്സ്റ്റ് മന്തിലോട്ടുള്ള പ്ലാനർ സെറ്റ് ചെയ്യണതും. പിന്നെ നിങ്ങൾക്ക് ബുക്സ് വായിക്കാനും സീരീസ് കാണാനൊക്കെ ഇഷ്ടമാണെങ്കിൽ ഓരോ മന്തിലുള്ള അതിന്റെ റെക്കമെൻഡേഷൻസ് കൂടിയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു മന്ത്ലി റിസെറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ സ്റ്റിക്കേഴ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ബോക്സിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആവശ്യം വരുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ജേർണലിംഗ് ചെയ്യും.
പിന്നെ ഇപ്പം ഞാൻ കുറച്ച് നോട്ട്ബുക്സ് വാങ്ങിച്ചിരുന്നു ക്ലാസ്മേറ്റ്സിൻ്റെ. അപ്പോഴാണ് ശ്രദ്ധിച്ചത് അതിൻ്റെ കവറൊക്കെ വളരെ ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പം കവേഴ്സ് കാണാൻ ഭംഗിയുണ്ടായിരുന്നെങ്കിലും ഇത്രത്തോളം ക്യൂട്ട് ആൻഡ് വിംസിക്കൽ അങ്ങനത്തെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. ഈ ബുക്കൊക്കെ നോക്കുക എന്ത് രസമാണല്ലേ കാണാൻ. അപ്പൊ നിങ്ങൾക്കൊന്ന് കാണിച്ചില്ലാന്ന് കരുതി. ഫിസിക്കൽ ഡീക്ലറ്ററിങ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഡിജിറ്റൽ സ്പേസ് വൃത്തിയാക്കുന്നതും. സോ ഞാൻ ഫോണിലത്തെ ആവശ്യമില്ലാത്ത ഫോട്ടോസും വീഡിയോസും പിന്നെ ജിമെയിലൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത മെയിൽസ് ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള മെയിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്തു. ഇഫ് യു ക്യാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. കാരണം നമ്മളെപ്പോഴും പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന കാര്യങ്ങളാണ് ഈ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് ആവശ്യ സമയത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുമ്പോൾ മെമ്മറി ഫുൾ ആയിരിക്കും. ഒപ്പം തന്നെ ഞാൻ മെയിൽസ് ഡിലീറ്റ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് അൺസബ്സ്ക്രൈബ് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ മെയിൽസ് അയച്ചുകൊണ്ടിരിക്കും. അടുത്തതായിട്ട് ഞാൻ നെക്സ്റ്റ് മന്തിലോട്ടുള്ള പ്ലാനർ സെറ്റാക്കാണ്. ഇത് ഞാനൊരു 200 സംതിങ്ങിന് ആമസോണിൽ നിന്ന് വാങ്ങിയൊരു പ്ലാനറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് ജസ്റ്റ് ഒന്ന് ലേ ഔട്ട് കാണിച്ചു തരാം. ഇതേപോലെ മന്ത്ലി ഗോൾസ്, പിന്നെ ഹാബിറ്റ് ട്രാക്കർ, വീക്ക്ലി ഗോൾസ്, എക്സ്പെൻസ് ട്രാക്കർ, അതിനൊക്കെയുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ വീക്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ഒരു മന്ത്ലി റിഫ്ലക്ഷൻ പേജ് ഉണ്ട്. ഇത് അൺഡേറ്റഡ് പ്ലാനർ ആണ് കേട്ടോ. ഇപ്പോൾ ഒരു മന്ത് നമ്മൾ സ്കിപ്പ് ചെയ്താലും നമുക്ക് നെക്സ്റ്റ് മന്ത് തുടങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡേറ്റ് ചെയ്തിട്ട് തുടങ്ങിയാൽ മതി. ഈ പ്ലാനറിൻ്റെ ഉള്ളിൽ എന്താ എഴുതുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.